പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് വെള്ളിയാഴ്ച പകൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവസന്നിധിയിലായിരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമായ കാര്യമാണ്. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്നത് 145-ാം സങ്കീർത്തനം അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. 145-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങൾ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. 145-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് വ്യക്തമാക്കുന്ന ഒരു ചിത്രം. സങ്കീർത്തനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, ആ പശ്ചാത്തലമല്ലല്ലോ. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിനകത്തു നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന, ദൈവം എൻ്റെ അകത്ത് തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ദൈവം വിദൂരങ്ങളിൽ ആയിരിക്കുന്ന ഒരു ദൈവമായിട്ടല്ല, അവൻ ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒത്തിരി കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരു പരാതിയാ, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ, ദൈവം എൻ്റെ അടുത്തില്ലേ, ദൈവം എവിടെയാണ്? ദൈവം വിദൂരങ്ങളിൽ എവിടെയോ ആണ്, ദൈവം എൻ്റെ സാമീപ്യത്തിൽ എൻ്റെ അടുത്തില്ല. എന്നാൽ ഇന്ന് സങ്കീർത്തനക്കാരന് നമ്മളോട് പറയാനുള്ളത്, വചനത്തിന് നമ്മോട് പറയാനുള്ളത്, ദൈവം വിദൂരങ്ങളിലല്ല. നമുക്കറിയാം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവിടുന്ന് സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. നാം എല്ലാം അവിടുത്തെ സൃഷ്ടികളാണ്. ദൈവം സൃഷ്ടിയല്ല, പകരം സൃഷ്ടിതാവാണ്. അപ്പം ആ രീതിയിൽ ചിന്തിച്ചാൽ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടിതാവായ ദൈവത്തിന് എന്തുണ്ട്? ഒരു വലിയ വ്യത്യാസമുണ്ട്. സൃഷ്ടിയിൽ ഉൾപ്പെട്ടവനല്ല, കാരണം അവിടുന്ന് സൃഷ്ടിതാവാ. പക്ഷേ സൃഷ്ടിതാവായ ദൈവം സൃഷ്ടികളെ സൃഷ്ടിച്ചാക്കിയിട്ട് മറ്റെവിടെയോ പോയിരിക്കുന്ന ഒരാളല്ല, തൻ്റെ സൃഷ്ടികളുടെ ഇടയിൽ വസിക്കുന്നവനാണ്. താൻ സൃഷ്ടിച്ചവരുടെ ഇടയിൽ അവൻ വസിക്കുന്നു. അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. അല്പം കൂടെ പറഞ്ഞാൽ, അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ടെങ്കിലും, അവൻ എല്ലായിടത്തുമുണ്ടെങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം അവനെ കാണുവാൻ കഴിയുന്നില്ല, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, അവിടുന്ന് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലേ? അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. നമുക്കറിയാം, ദൈവത്തെ അറിയാത്തവരാണ് ഒരു നല്ല പങ്കാളുകളും. ദൈവം കൂടെയുള്ളതോ, ദൈവത്തിൻ്റെ സാമീപ്യമോ, ദൈവത്തിൻ്റെ സാന്നിധ്യമോ തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശ്വാസികളെന്ന് പറയുന്നവരിൽ പോലും ചിലർക്ക് ദൈവസാമീപ്യം മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട്. യാക്കോബ് പറഞ്ഞതുപോലെ, ഈ സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ്, അല്ലേ? പക്ഷെ ഞാനോ അത് അറിഞ്ഞില്ല. ഇത് ദൈവസാന്നിധ്യമുള്ള സ്ഥലമൊക്കെയാണ്, പക്ഷേ ഞാനത് അറിഞ്ഞില്ല. അപ്പം ദൈവസാന്നിധ്യം അറിയാൻ കഴിയാതെ ജീവിക്കുന്നവര്
ദൈവത്തിൻ്റെ സാമീപ്യത്തെ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ ജീവിക്കുന്നവരുടെ നടുവിൽ നിന്ന് ദൈവം ഒരു ദൂത് പറയുകയാണ്. പക്ഷേ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, അവിടെ നിർത്തുന്നില്ല, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ഇന്ന് രാവിലെ തിരുവെടുത്ത് കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവ സാമീപ്യം കൊതിക്കുന്നവരെ, ദൈവം എവിടെയാണെന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരെ, ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, സത്യമായി നീ എന്നെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, സത്യമായി നീ എൻ്റെ അടുക്കൽ നിലവിളിക്കുകയാണെങ്കിൽ, ഞാൻ വിദൂരങ്ങളിലല്ല, ഞാൻ നിൻ്റെ ഏറ്റവും അടുത്തുണ്ട്, ഞാൻ നിൻ്റെ സമീപത്തുണ്ട്, ഞാൻ നിൻ്റെ ചാരയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം എൻ്റെ അടുത്തുണ്ട്. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. അവരുടെ പ്രത്യേകതയാ എന്താണ്? സമീപത്തുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ പ്രത്യേകത. 4-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ പ്രത്യേകത കണ്ടോ? അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം അകന്നു നിന്നെന്നല്ല, ദൈവം ദൂരെ മാറിപ്പോയെന്നല്ല, ദൈവം ഇത്ര അടുത്തു നിൽക്കുന്ന, ദൈവം ഇത്ര അടുത്ത് വസിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? ഇന്ന് വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്കായി വന്ന ജനത്തോട് പറയട്ടെ, നീ പ്രാർത്ഥനയ്ക്ക് കണ്ണടയ്ക്കുമ്പോൾ, അതരം തുറന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, ആമേൻ, നിന്റെ അടുത്ത് ദൈവം വരികയാ. എൻ്റെ പൈതൽ എന്താണ് എന്നോട് അപേക്ഷിക്കാൻ പോകുന്നത്? എൻ്റെ മകൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് കരയുന്നത്? എൻ്റെ ദാസൻ ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഭാരപ്പെട്ട് എന്നോട് നിലവിളിക്കുന്നത്? എനിക്കത് കേൾക്കണം, എനിക്കത് കേൾക്കണം. ഞാൻ ആമേൻ അവൻ്റെ അടുത്ത്, അവിടെ അടുത്ത് ഞാൻ എത്തുകയാ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും മടക്കുമ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല, മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല, അടുത്തു വരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്? ഏത് വിഷയത്തിൽ നിങ്ങളുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്? ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെ നിലവിളിയോടെ ആയിരിക്കുകയാണ്? ആരും എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലല്ലോ, ദൈവം ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തിരുവെഴുത്ത് പറയുക, ഇല്ല, ഞാൻ മാറിപ്പോയിട്ടില്ല, ഞാൻ അകന്നു പോയിട്ടില്ല, ഞാൻ നിന്റെ അടുത്തുണ്ട്, ഞാൻ നിന്റെ സമീപത്തുണ്ട്, ഞാൻ നിന്റെ ചാരയുണ്ട്. പ്രവാചകനായ യിരെമ്യാവിലൂടെ ദൈവം നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നു. 29:13. എനിക്ക് വാക്യം അറിയാം, നിങ്ങളൊന്ന് വായിക്കട്ടെന്ന് വിചാരിച്ച ബൈബിളിൽ ഉണ്ടോ എന്നുള്ളതാ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇന്ന് പകൽ ദൈവസാമീപ്യം തിരിച്ചറിയുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കാനുള്ളൊരു മനസ്സ് വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവസാന്നിധ്യം കൊതിക്കുന്നൊരു ഹൃദയം വേണം. ഇന്ന് പകൽ കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട. ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ആമേൻ. എൻ്റെ അടുക്കിലേക്ക് അങ്ങ് ഇറങ്ങി വരണം. ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് അന്വേഷിക്കാൻ മനസ്സ് വെച്ചാൽ, ഇന്ന് പകൽ അകന്നു മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, അടുത്തു വരുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും അബ്ബാ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എത്ര പേര് ആ സത്യം വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ നിലവാരമാണ് അവിടെ പ്രസക്തമായ കാര്യം. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. ഈ ദിവസങ്ങളിൽ ഒന്ന് ഹൃദയം ഒന്ന് തുറക്കട്ടെ. എനിക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കണം.
എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ പ്രസൻസ് ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. മോശ ആഗ്രഹിച്ച പോലെയൊക്കെ ആഗ്രഹിക്കണം കേട്ടോ, എന്നാലേ അത് നടക്കുകയുള്ളൂ. മോശ എന്താ പറഞ്ഞത്? കർത്താവേ, നീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. മോശയ്ക്കറിയാം, അവിടുന്ന് എൻ്റെ കൂടെ പോയില്ലെങ്കിൽ, അവിടുന്ന് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയൊന്നും നടക്കത്തില്ല. എൻ്റെ മിടുക്ക് കൊണ്ട് ഈ ജനത്തെ നയിക്കാൻ പറ്റുകയില്ല, എൻ്റെ കഴിവ് കൊണ്ട് ഈ ജനത്തെ നടത്താൻ പറ്റുകയില്ല, അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് എനിക്കവരെ സഹായിക്കാൻ പറ്റുകയില്ല. പാറയെ അടിക്കുമ്പോൾ വെള്ളം തുറന്നുവിടാൻ എനിക്ക് പറ്റില്ല. അവർ വിശപ്പിന് ചോദിക്കുമ്പോൾ മന്ന പൊഴിക്കാൻ എനിക്ക് പറ്റില്ല. അവർക്ക് വേണ്ടി കാടപ്പക്ഷിയെ കൊണ്ടുവരുവാൻ എനിക്ക് പറ്റില്ല. അമാലേക്കർ അവരുമായി യുദ്ധത്തിന് വരുമ്പോ അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് കഴിവുള്ളവൻ സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് കൂടെ വരണം, അവിടുത്തെ സാന്നിധ്യം വരണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ? നിന്റെ യാതനയ്ക്ക് മറുപടി വേണമോ? നിന്റെ വിഷയങ്ങൾക്ക് മറുപടി വേണമോ? ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആരാധനയ്ക്കകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത് സാന്നിധ്യം വരട്ടെ. അത് കൊതിക്കുന്ന ഒരു ഹൃദയം, അന്വേഷിക്കുന്ന ഒരു ഹൃദയം, അടുത്ത് ചെല്ലാനുള്ള മനസ്സ് ഈ ദിവസങ്ങളിലൊന്ന് നമുക്കുണ്ടാകണം. യാക്കോബ് എന്താ പറയുന്നത്? നമുക്ക് വായിക്കാം. 4:8. യാക്കോബ് 4:8 പറയുന്നത് വായിക്കാം. സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് അടുക്കാനുള്ള ആഗ്രഹം. ഈ വിശ്വാസിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടാൽ മതി, എനിക്ക് വലിയ അടുപ്പം വേണ്ടെന്നാ. ദൈവം പറയുക, അടുത്തവർക്ക് വേണ്ടിയാ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. എന്നോട് അടുപ്പമുള്ളവർക്ക് വേണ്ടിയാ, എൻ്റെ ഹൃദയത്തോട് പറ്റി നിൽക്കുന്നവർക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം രായ്ച്ചാൻ്റെ വീട്ടിൽ അല്ലേ, സുഹൃത്തുമാരുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞില്ലേ, വചനം പറഞ്ഞപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തിരുന്നു. എന്താണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. അത് അടുപ്പമാ, ഇൻറ്റിമസിയാ. എൻ്റെ ദൈവമെന്ന് പറയാനുള്ള ആ അവകാശമാ, അല്ലേ? അതൊരു വലിയ പദവിയാ. ഇന്ന് തിരുവെഴുത്ത് പറയുക, അടുപ്പമാ പ്രധാനം. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ? കാര്യങ്ങൾക്ക് വിടുതൽ വേണമോ? ഇന്ന് പകൽ വ്യക്തികളുമായിട്ടുള്ള അടുപ്പമല്ല, പാസ്റ്ററുമായിട്ടുള്ള അടുപ്പമല്ല, നാട്ടുകാരുമായിട്ടുള്ള ബന്ധമല്ല. നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം ഏതെങ്കിലും പ്രവാചകനുമായിട്ട് പരിചയമുള്ളതല്ല. നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനുമായിട്ടുള്ള അടുപ്പമാണ്. സ്തോത്രം, സ്തോത്രം. കാരണം വിടുതലിരിക്കുന്നത് മോശയുടെ കയ്യിലല്ല, ആണോ? വിടുതലിരിക്കുന്നത് ഏലിയാവിൻ്റെ കയ്യിലല്ല. ആമേൻ. വിടുതലിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളിലല്ല, വിടുതലിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവനാണ് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരേണ്ടത്. അവിടുന്നാണ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കേണ്ടത്. അവനാണ് നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുന്നത്. അവനാണ് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം തരേണ്ടത്. അവൻ്റെ കയ്യിൽ മാത്രമേ മറുപടികളുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് ചെല്ലും. എങ്ങനെ അടുത്ത് ചെല്ലണ്ടേ? സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർച്ചയോടെ ചെല്ലണം. സ്തോത്രം, സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, തകർച്ചയോടെ ദൈവസന്നിധിയിൽ ചെല്ലണം. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, അവൻ്റെ സന്നിധിയിൽ തകർച്ചയോടെ ചെന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവൻ കെട്ടും. സ്തോത്രം. നിങ്ങൾ തിരിച്ച് തകർന്നു പോകത്തില്ല. പോകുമോ? ഇല്ല. അവൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടും. ഹൃദയത്തിലെ വേദനകളെ ദൈവം മാറ്റും. സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തും. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. സന്തോഷമുള്ള ഹൃദയത്തോട് മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ തകർന്ന ഹൃദയത്തോടാണ് ദൈവസന്നിധിയിൽ പോയത്.
ഉടഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പോയത്. കാരണം ഉടഞ്ഞ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ പോയെങ്കിലേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കൂ. പക്ഷേ ദൈവം സമീപസ്ഥനായി ഇറങ്ങി വന്നാൽ, ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ തകർച്ച മാറും, നിന്റെ നിരാശ മാറും, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരും, നിന്റെ കഷ്ടതകൾക്ക് അറുതി വരും. ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുക. പിന്നെ നീ എഴുന്നേറ്റ് പോകുന്നത് സന്തോഷത്തോടെ പോകുക. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാവിലെ ഉടഞ്ഞ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ ആരെങ്കിലും ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആമൻ, വീഞ്ഞും എണ്ണയും പകരുന്നവന്, ഹൃദയത്തിന്റെ മുറിവുകൾ കെട്ടുന്നവന്, കഷ്ടതകൾ കറുതി വരുത്തുന്നവൻ ഈ പകൽക്കാലം ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, തകർന്ന ഹൃദയത്തോടെ ഒന്ന് അടുത്തു ചെല്ലുവാൻ ആത്മാവിൽ നീ ഒന്ന് തയ്യാറായ, നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ ഹൃദയത്തിന് മുറിവുകളെ കെട്ടുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇപ്പൊ ഈ ദൈവ സമീപസ്ഥന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാ. നമ്മൾ ചിന്തിച്ചു, ആർക്കാ അടുത്തുള്ളത്? ആർക്കാ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ആമേൻ. അവിടെ പറയുന്നു, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ. പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കണമെന്ന് നമ്മളിപ്പോൾ സംസാരിച്ചു, അല്ലേ? പിന്നെ തകർന്ന ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കണം. സങ്കീർത്തനക്കാരൻ പറയുക, തീർന്നില്ല, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ എങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്ന് പറയുക? സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ. എന്താ ഈ സത്യമായി വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ നേരത്തെ പറഞ്ഞതാ, ആത്മാർത്ഥതയാ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള വിളിച്ചപേക്ഷിക്കല, ഹൃദയം തകർന്നുള്ള വിളിച്ചപേക്ഷിക്കല. ഒരു വ്യാജവും അതിനകത്തില്ല, അല്ലേ? സ്തോത്രം. ഇത് ആത്മാർത്ഥതയോടെയുള്ള പ്രാർത്ഥനയാ. സ്തോത്രം. ഇന്ന് പകൽ ആരാത്മാർത്ഥമായി കരയുമോ അവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. ആര് സത്യസന്ധമായി നിലവിളിക്കുമോ ദൈവം പരിശോധിക്കും. ഈ നിലവിളി സത്യമാണോ? ഇതാത്മാർത്ഥമാണോ എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥതയില്ലാതെയൊക്കെ കരയാം ആൾക്കാർക്ക്, നിലവിളിക്കാം, അല്ലേ? പക്ഷെ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. ഹല്ലേലൂയ. തൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിലവിളിച്ച, സത്യസന്ധതയോടെ നിലവിളിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവൻ നമുക്ക് സമീപസ്ഥനാ. നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിച്ചാരാധിക്കുന്നത്. ഇനി അവിടെ പറയുക, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. വിളിച്ചപേക്ഷിക്കണം, സത്യമായി വിളിച്ചപേക്ഷിച്ചാൽ അവിടെ നിന്ന് ആരാകും? സമീപസ്ഥന, അടുത്തു വരും. ദൂരെയല്ല, ഏറ്റവും അടുത്തു വരും. സ്തോത്രം. അങ്ങനെ അടുത്തു വരുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. അതിനു വേണ്ടിയാ. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനാ, അല്ലേ? അവിടെ ആ ഭക്തനെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കുള്ള ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ അനുസരിച്ച് ഭയപ്പെടുന്നവനെന്നാ. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. അവിടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഭീതി എന്ന അർത്ഥത്തിലല്ല. സാധാരണ അങ്ങനൊരു ഭയം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പെട്ടെന്ന് ഭീതിപ്പെടുന്നു, അല്ലേ? ഭയപ്പെടുന്നു. ആ ഒരു ഭയമല്ല, പകരം ആദരവ് കലർന്ന ഭയം. നമ്മളതിനെക്കുറിച്ചാണ്, ദൈവഭയത്തെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വിശദമായി സംസാരിച്ച്, ഓർക്കുന്നുണ്ടോ? അപ്പം ദൈവത്തെ ബഹുമാനിക്കുന്നതിന് ലക്ഷണമാത്. ദൈവത്തെ ആദരവോടെ കാണുന്ന വ്യക്തി, എൻ്റെ ജീവിതം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ദൈവത്തിന് അപമാനമുണ്ടാകാതെ ദൈവത്തെ ബഹുമാനിച്ച് ആദരിക്കുന്നയാൾ.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മറ്റെല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, മറ്റാരേക്കാളും ഉപരി ദൈവത്തെ അനുസരിക്കുന്നയാള്, പ്രൈസ് ദി ലോർഡ്, അവനാ ദൈവഭയമുള്ളയാൾ, ദൈവഭക്തൻ. സ്തോത്രം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ദൈവം എന്തിനാ ഏറ്റവും അടുത്തു വരുന്നത്? തന്നെ ഭയപ്പെടുന്ന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദൈവമക്കളാണ്, ദൈവഭക്തരാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും അവനിഷ്ടമുള്ള ആഗ്രഹങ്ങളായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്തൻ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന ആളല്ല. ആണോ? ആണോ? ഇല്ലില്ല. അവൻ്റെ ആഗ്രഹം ദൈവത്തിന് മഹത്വം വരുന്ന ആഗ്രഹങ്ങളാ. ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം ഞാനത് ദൈവമുമ്പാകെ പറയുമ്പോൾ ദൈവം അത് കേട്ട് അല്ലെ അതിന് മറുപടി തരുമ്പോൾ അതിനകത്ത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. അതാ ഭക്തന്റെ ആഗ്രഹം. അവിടെ സ്വാർത്ഥതയില്ല. ഉണ്ടോ? അവിടെ തന്നിഷ്ടമില്ല, തൻ്റെ കാര്യമില്ല. കർത്താവേ, അത് അങ്ങയ്ക്കും മഹത്വം ഉണ്ടാകണം. സ്തോത്രം. നമ്മൾ ഉയരണമെന്നാണോ? നമ്മുടെ കാര്യം നടക്കണമെന്നാണോ? അതിനപ്പുറം ദൈവത്തിൻ്റെ ഹിതം നോക്കും. സ്തോത്രം. അപ്പോ ഏത് കാര്യവും ഭക്തന്റെ ആഗ്രഹമെന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമായിരിക്കും. സ്തോത്രം. അത് ഭൗതികമായ കാര്യമാകട്ടെ, ആത്മീയ കാര്യമാകട്ടെ, അതെന്തു തന്നെയാണെങ്കിലും അതിനകത്തൊക്കെ ദൈവഹിതമാണ് പ്രധാനം. ഇന്ന് പകൽ രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി വന്നു, അവരാഗ്രഹിക്കുന്നു, കർത്താവേ, എനിക്കിന്ന് പകൽ ഒരു രോഗശാന്തി വേണം, ഒരു വിടുതൽ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അതിലൂടെ ലക്ഷ്യമിടുന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ രോഗശാന്തിയുടെ കരം എൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടണം എന്ന് പറഞ്ഞാൽ ആമേൻ പ്രതീക്ഷിക്കുന്നത് ദൈവമഹത്വമാണ്. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കൊരു ജോലി തരണം, ജോലി തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് ജോലി കൊടുക്കുമ്പോൾ അതിലൂടെ ആര് മഹത്വപ്പെടണം? ദൈവനാമം മഹത്വപ്പെടണം. ദൈവത്തിനും മഹത്വം കൊടുക്കണം. ഇതെൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയാനുള്ള മനസ്സ് ഒരു ഭക്തൻ എപ്പോഴും ഉണ്ടായിരിക്കുക. അവൻ ജീവിതത്തിൽ എന്ത് നേട്ടം നേടിയാലും, എന്ത് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെല്ലാം ഞാനല്ല, ഇതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയാൻ അവനെപ്പോഴും കഴിയും. പലപ്പോഴും പ്രാർത്ഥിച്ചുപവസിച്ച് നേടിയിട്ട് അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ആളുകളുണ്ട്. ശരിയല്ലേ? പ്രാർത്ഥിച്ചു ഉപവസിച്ചും അനേകരുടെ കണ്ണുനീരുമൊക്കെ കൊണ്ടാ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ മഹത്വത്തിൻ്റെ സമയം വന്നപ്പോൾ ആർക്കെടുക്കും? ശരിയാണോ ഞാനീ പറഞ്ഞത്? അവിടെ ദൈവത്തിനൊരു മഹത്വവും ഇല്ല. അവിടെ തന്നിലേക്ക് തൻ്റെ മഹത്വം ചുരുങ്ങും. പക്ഷെ ഭക്തൻ അങ്ങനല്ല. അവൻ എന്ത് മുമ്പിൽ വന്നാലും, അവൻ്റെ ജീവിതത്തിൽ എന്ത് വിടുതൽ നടന്നാലും, എന്തനുഗ്രഹമുണ്ടായാലും, ദൈവം അവൻ എന്ത് നൽകിയാലും അതിൻ്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കും. മനസ്സിലാകുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയുവാനും മഹത്വം കൊടുക്കുവാനും കഴിയാത്ത ഒരു ആഗ്രഹവും ഒരു ഭക്തനുണ്ടാകത്തില്ല. അവൻ എന്ത് സംഭവിച്ചാലും അവൻ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് പറഞ്ഞുവിട്ട് അവിടെ കനാൻ ദേശം അവർക്ക് കൊടുത്തു, അല്ലേ? കനാൻ ദേശത്തിലെ സകല അനുഗ്രഹങ്ങളും കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ പണിതിട്ടില്ലാത്ത വീട്ടിൽ നിങ്ങൾ ചെന്ന് പാർക്കാൻ പോവുക, നിങ്ങൾ വെട്ടിയിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുകയാ, അല്ലേ? നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിയിൽ നിന്നോ അല്ലെ വൃക്ഷങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാ.
പക്ഷേ ഇതൊന്നും എൻ്റെ കൈയുടെ പ്രവൃത്തിയാണ്, എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുതെന്ന് ദൈവം അവരോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾ അതിപ്പെല്ലാം മറന്നുപോയി. ദൈവമാണ് ഈ നന്മയൊക്കെ നൽകിയത്, ദൈവമാണ് ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് പ്രാർത്ഥന കണ്ട് മിസ്രയീമിലെ അടിമച്ചൂളയിൽ കിടന്ന് ഞങ്ങളെ അവൻ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് ഈ നന്മയിലേക്കും സമൃദ്ധിയിലേക്കുമൊക്കെ കൊണ്ടുവന്നു എന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ പറയാൻ അവർക്ക് മടിയായി തുടങ്ങി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിക്കും. ദൈവഹിതപ്രകാരം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും. സ്തോത്രം. പക്ഷെ നിങ്ങളോട് ഇന്നലെ ദൂത് ഞാൻ പറയാം, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. ഒരു ഭക്തനായി തീർന്നാൽ അവൻ്റെ ആഗ്രഹങ്ങൾ ആമേൻ വ്യത്യാസമാകും. സാധാരണ ഒരു ജഡീകൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ ആഗ്രഹിക്കില്ല, അല്ലേ? ദൈവമില്ലാത്തൊരുവൻ്റെ ആഗ്രഹം പോലുള്ള ആഗ്രഹങ്ങളല്ല. അവന് കർത്താവേ അങ്ങയ്ക്ക് സ്തോത്രം പറയാൻ, അങ്ങയ്ക്കൊരു നന്ദി പറയാൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലെ ഒരു വാക്യം എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. കർത്താവേ ഞങ്ങൾക്കല്ലേ യഹോവേ. വായിച്ചിട്ടുണ്ടോ വാക്യം? ഇത് ഞങ്ങൾക്കല്ല, തിരുനാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഇന്ന് വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, നിനക്കൊരു രോഗശാന്തി ഉണ്ടായാൽ, ആമേൻ, നിനക്കൊരു വിടുതലുണ്ടായാൽ, നിനക്കൊരു സൗഖ്യമുണ്ടായാൽ, തലമുറയ്ക്കൊരു അനുഗ്രഹമുണ്ടായാൽ, ഒരു ജോലി കിട്ടിയാൽ, ഒരു വീട് കിട്ടിയാൽ, ഒരു നന്മയുണ്ടായാൽ, ഒരു വിടുതലുണ്ടായാൽ, അവൻ പറയാൻ പറ്റുമോ, കർത്താവേ ഇതിന് മുഴുവൻ മഹത്വം ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുകയാണ്, സകല മഹത്വം ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. സ്തോത്രം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ഇന്ന് പകൽ ആഗ്രഹങ്ങളുമായി താല്പര്യങ്ങളുമായി ദൈവസന്നിധി വന്നിരിക്കുക. ഒന്ന് പരിശോധിക്കണം, ഈ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ളത് ആണോ? ഈ താല്പര്യങ്ങൾ, ഈ ഇഷ്ടങ്ങൾ, ഇതിന് ദൈവം മറുപടി തന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പര്യാപ്തമായതാണോ? ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് നിമിത്തം ദൈവനാമം ഉയരത്തേ ഉള്ളൂ എന്ന് അവൻ ഉറപ്പ് പറയാൻ, അങ്ങനെ അഭിമാനത്തോടെ പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെ, ആ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ, ഞാനതിനെ സാധാരണ ഏറ്റവും ലളിതമാക്കി പറയാം. കർത്താവേ, എനിക്കൊരു സൗഖ്യം തന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നല്ല, എൻ്റെ താല്പര്യത്തിന് ജീവിക്കുമെന്നല്ല, അല്ലേ? ഞാൻ കർത്താവിന് മഹത്വം കരേറ്റും. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കർത്താവേ, എൻ്റെ കരങ്ങൾക്ക് ഇന്ന് ബലം തന്നാൽ ഞാൻ വന്ന് കൈയും കെട്ടിയിരിക്കുമെന്നാണോ? ആണോ? അല്ല. ഇന്ന് പകൽ നീ എനിക്ക് കൈക്ക് ബലം തന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ മുഴുവൻ മഹത്വത്തോടെ ആരാധിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്ത് ചെയ്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, നീ എനിക്കൊരു ജോലി തന്നാൽ നിന്റെ നാമത്തിന് അത് പ്രയോജനമാകാം, നിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവിടാൻ ഞാൻ അതിൽ തന്നെ സമർപ്പണത്തോടെ ഇരിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇച്ചിരി പാടല്ലേ? നീ എനിക്കൊരു വീട് തന്നാൽ, അല്ലേ, അത് ദൈവരാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പറയാൻ എത്ര പേരുണ്ട്? പാടാ. പക്ഷേ ദൈവം നോക്കുക, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം. ചിലരുടെ അകത്തെല്ലാം ഇത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട. സ്തോത്രം, അല്ലേ? എനിക്ക് കുറച്ചുകൂടെയൊക്കെ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരില്ല, കുറച്ചുകൂടെയൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഇല്ലേ? ചിന്തിക്കുന്നവരുണ്ട്, അല്ലേ? സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. എല്ലാം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടാണ് ഭക്തൻ്റെ ആഗ്രഹം. എത്ര പേര് പിടികിട്ടിയവർക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഭക്തൻ്റെ ആഗ്രഹം അങ്ങനല്ലേ? ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കാമായിരുന്നു. ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ
സന്തോഷത്തോടെ ആരില്ലെങ്കിലും ഞാൻ നിന്നേനെ എന്ന് പറയാൻ അകത്തെ താല്പര്യമാ ഭക്തൻ്റെ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവത്തിന് ഇതൊക്കെ അറിയാം കേട്ടോ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് ഈ പറയുന്ന ദൂത് കേട്ടേച്ച് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയുക, കർത്താവേ എനിക്ക് അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ തന്നാൽ, എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾക്ക് പറ്റിക്കാം, നാട്ടുകാരെ മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാം. പക്ഷേ അവിടെ സത്യസന്ധതയുടെ വിഷയം, ഹൃദയത്തിൻ്റെ വിഷയം, ദൈവത്തിന് നമ്മളെ നല്ലപോലെ അറിയാം. സ്തോത്രം, സ്തോത്രം. കാര്യം നടന്നു കഴിയുമ്പോൾ എങ്ങനെയാകുമെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. വില പിടികിട്ടുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ നിനക്ക് മഹത്വം കരയറ്റത്തക്കവണ്ണം എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണമേ. എൻ്റെ ആഗ്രഹം ഞാൻ നിൻ്റെ മുമ്പിൽ തരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഭക്തൻ്റെ യഥാർത്ഥ ആഗ്രഹം ആസാവ് പറഞ്ഞതുപോലെയാണ്. 25-ാം വാക്യം വായിച്ചോ സിസ്റ്റർ. അതാ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പിടികിട്ടിയോ? ഭക്തൻ്റെ ആഗ്രഹം എന്താ? ഭൂമിയിൽ നിന്നെ അല്ലാതെ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അല്ലേ? എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. എന്തായിരുന്നു ആ പറഞ്ഞത് ആഗ്രഹം? ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും. ഭക്തൻ്റെ ആഗ്രഹം ആത്മീയമാണ്, വേറൊന്നുമല്ല ആഗ്രഹം. അപ്പോൾ തന്നെ അവന് ഭൗതികമായ ആവശ്യങ്ങളും ഉണ്ടല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്നു. നീ ഒരു ദൈവഭക്തയാണെങ്കിൽ, ഒരു ഭക്തനാണെങ്കിൽ അത് സാധിപ്പിക്കാൻ അവൻ നിൻ്റെ സമീപത്തുണ്ട്. പക്ഷേ ദൈവം ഇന്ന് പകൽക്കാലം ചോദിക്കുക, ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാൻ വിശ്വസ്തനാ, പക്ഷേ മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം. മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഇതെൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല. ആമേൻ. എൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തന്നു. എൻ്റെ ആഗ്രഹം പോലെ ദൈവം ചെയ്തു. കാരണം ഇത് അവൻ്റെ കൃപയാ, ഇതെൻ്റെ കഴിവല്ല എന്ന് സമ്മതിച്ച് മുഴുവൻ മഹത്വം ദൈവത്തിന് കൊടുക്കാൻ നിങ്ങളുടെ അകത്ത് താല്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന കർത്താവ് പറഞ്ഞത്. ആമേൻ. അല്ലേ? നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരും. അങ്ങനെയല്ലേ പറഞ്ഞത്? യോഹന്നാൻ 15:7 പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ചോദിച്ചു കൊള്ളുക, ഞാൻ എന്നാൽ അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ വായിക്കാം. 15:7. അതെ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് ഈ അടുത്തിരിക്കുന്നതാണ് വിടുതലിൻ്റെ അടിസ്ഥാനം. അത് നിങ്ങൾ അറിയണം. അടുപ്പം കുറയും തോറും വിടുതൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ദൈവമക്കൾ അറിയണം. ഞാനത് വളരെ പ്രധാനപ്പെട്ട ദൂത. നമ്മുടെ അടുപ്പം പോലിരിക്കും നമുക്കുള്ള അനുഗ്രഹം. സ്തോത്രം. കേവലം വെള്ളിയാഴ്ച ഇവിടെ വന്നൊരു പ്രാർത്ഥനയുടെ അടുപ്പമല്ല, നിരന്തരം ദൈവത്തോടുള്ള സമ്പർക്കത്തിലായിരുന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള നീക്കുപോക്ക് ഉണ്ടാകാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുക. അടുത്തിരിക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൊന്ന് ഉറ്റിരുന്ന് സ്തോത്രത്തോടെ ഒന്ന് ജാഗരിച്ച് അവനിലൊന്ന് വസിച്ച് അവൻ്റെ വചനത്തിലൊന്ന് വസിച്ചു തുടങ്ങിക്ക്. യഹോവ തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക്, സത്യമായി തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് സമീപസ്ഥന. എന്തിനാ സമീപസ്ഥനായിരിക്കുന്നത്? നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനാ, നിന്റെ ജീവിതത്തിൽ ഇടപെടാനാ, നിന്റെ കഷ്ടങ്ങളിൽ ഇടപെടാനാ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനാ, നിന്റെ വേദനയ്ക്ക് അറുതി വരുത്താനാ. സ്തോത്രം, സ്തോത്രം. അപ്പം അതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നു. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത്, വായിക്കാം. നമ്മൾ ആ വാക്യത്തിനകത്ത് പറയുന്നത്, അവൻ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നു. പിന്നെ അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അപ്പോ ആഗ്രഹം സാധിപ്പിക്കുക മാത്രമല്ല,
നിലവിളി കേട്ട് രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ മറുപടിയായി നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്ന ദൈവമാണെന്ന് മാത്രമല്ല, നമ്മെ രക്ഷിക്കുന്ന ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ഈ ലോകത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ, അനിശ്ചിതത്വങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകും. നനച്ചിരിക്കാത്ത പ്രതിസന്ധിയിലൂടെ ചിലപ്പോൾ ആയെന്ന് വരും. ആഗ്രഹിച്ചതുപോലെ നല്ല ജോലി കിട്ടി, ആഗ്രഹിച്ചതുപോലെ വീട് കിട്ടി, ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ വരും. അല്ല, മനസ്സിലാവുന്നുണ്ടോ ദൂതൻ? എല്ലാം നന്നായി, പ്രാർത്ഥിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു, പ്രാർത്ഥിച്ചതുപോലെ വിവാഹം നടന്നു, പ്രാർത്ഥിച്ചതുപോലെ വീടുണ്ടായി, പ്രാർത്ഥിച്ചതുപോലെ ആലയം പണിതു, പ്രാർത്ഥിച്ചതുപോലെ എല്ലാം നടന്നു, എല്ലാം ഓക്കെ ആയി. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. പ്രാർത്ഥിച്ചതുപോലെ ചിലതൊക്കെ നടക്കുമ്പോൾ ഓർത്തോണം, ശത്രുവായവൻ മറുവശത്ത് ചില പ്രതിസന്ധികൾ ഒരുക്കുന്നുണ്ട്. അത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. സ്തോത്രം. നാളുകളായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതുപോലെ പലതും നടക്കും, പല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ അതിന് നടുവിൽ ചില പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ചില പ്രശ്നങ്ങൾ, അല്ലേ, ചില പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഭവമല്ലേ അതൊക്കെ? അനുഭവങ്ങളല്ലേ? എല്ലാം നന്നായി വന്നതാ, അല്ലെ, നന്നായി പോകുക. ഇടയ്ക്ക് ചില പ്രതികൂലങ്ങൾ, ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ. ഇന്ന് പകൽക്കാലം വചനം മനസ്സിലാകുന്നവർക്ക്, ആത്മീകമായി വിവേചിക്കുന്നവർക്കറിയാം, എല്ലാം പ്രാർത്ഥിച്ചു, ലഭിച്ചു. പക്ഷേ ചില പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ. ചെങ്കടൽ വന്നില്ലേ? ചെങ്കടൽ വന്നില്ലേ? ഫറവോനെ സൈന്യത്തെയും ഒക്കെ പരാജയപ്പെടുത്തി അവരെയൊക്കെ, അല്ലെ, അവിടെ അർദ്ധരാത്രിയിലൊക്കെ പുറപ്പെട്ടു വന്നതാ. പക്ഷേ ഇതാ പ്രതിസന്ധിയായി ചെങ്കടൽ വന്ന് നിൽക്കുക. വന്നോ? ചെങ്കടൽ വന്നോ? നിലവിളിക്കേണ്ട സാഹചര്യം, കരയേണ്ട സാഹചര്യം, അല്ലേ, നിലവിളിക്കേണ്ട സാഹചര്യം. ഇന്ന് പകൽക്കാല നേതാവ് മുതൽ എല്ലാവരും നിലവിളിക്കുക, അയ്യോ ഞങ്ങൾ തീരാൻ പോകുക, ജീവിതം തകരാൻ പോകുക. ഇന്ന് പകൽക്കാല ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരിക, നിന്നെ അനുഗ്രഹിക്കുക എന്ന് മാത്രമല്ല, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തന്ന്, അല്ലെ, നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന കേട്ട് നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വാതിൽ തുറക്കുക എന്ന് മാത്രമല്ല, ശത്രു അതിനു മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന കെണികളുടെയോ പ്രതിസന്ധികളുടെ നടുവിൽ നീ നിലവിളിക്കുമ്പോൾ നിന്നെ രക്ഷിക്കുന്ന ദൈവം കൂടെയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോ ചില പ്രതിസന്ധി വരുമ്പോൾ നിലവിളിക്കേണ്ടി വരും. മോശ നിലവിളിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു, അല്ലേ, ദൈവം രക്ഷിക്കാനായി ഇറങ്ങി വന്നു. രക്ഷിച്ചില്ലേ? നിന്റെ വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക, വിഭജിക്കാൻ കൽപ്പിക്കുക, അല്ലേ. ദൈവം ഇറങ്ങിയിട്ട് വന്ന് ആ ദൈവ ശബ്ദം കൊടുത്ത് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിലവിളിയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുക, അവരുടെ നിലവിളി കേട്ട് ഞാൻ അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. 18-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നത് പോലെ, ഞാൻ എന്റെ കഷ്ടതയിൽ എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് പകൽ നിലവിളിക്കുന്ന ദൈവമൈതലേ, അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ശത്രു നിനക്ക് വിരോധമായി ഒരുക്കുന്ന കെണികളിൽ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ആരെന്നെ രക്ഷിക്കും, ആരെന്നെ പുറത്തു കൊണ്ടുവരും, ആരെന്നെ വിടുവിക്കും, ആർ ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും. സ്തോത്രം. രക്ഷിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. എന്തിനാ അടുത്ത് വന്നത്? സമീപത്ത് എന്തിനാ ഇരിക്കുന്നത്? രക്ഷിക്കാൻ കൂടെയാ. കാരണം ആഗ്രഹമൊക്കെ സാധിപ്പിക്കുമ്പോൾ പിശാച് ചുമ്മാ ഇരിക്കുകയല്ല, നിങ്ങൾ അറിയണം. സ്തോത്രം. ആഗ്രഹം പോലെ, പ്രാർത്ഥന പോലെ ചിലതൊക്കെ നടക്കുമ്പോൾ പിശാച് മിണ്ടാതിരിക്കുകയല്ല. അവൻ ചില കെണികൾ ഒരുക്കും, അവൻ ചില പ്രശ്നങ്ങൾ ഒരുക്കും. പക്ഷെ ഭയപ്പെടണ്ട, ദൈവം പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ സമീപത്തുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണ ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിൽ, ഞാൻ നിന്നെ നടത്തിയെങ്കിൽ, ഈ പ്രശ്നത്തിന് നടുവില് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിനക്ക് നിലവിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നീ നിലവിളിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ നിലവിളി കേട്ട് ഞാൻ ഇറങ്ങി വരാൻ പോകുക. ഞാൻ നിന്റെ കഷ്ടതയ്ക്ക്, ഞാൻ നിന്റെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തും.
പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് എന്താ ചിന്തിച്ചത്? ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. എന്തിനാണ് സമീപസ്ഥനായിരിക്കുന്നത്? തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കാൻ. ഇന്ന് പകൽ ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമീപത്ത് അവനുണ്ട്, നമ്മുടെ കൂടെ അവനുണ്ട്. ഓ റികലഭക്ഷംധരാതിയാതന. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അല്ലേ, വാഗ്ദത്തമായി മറിയോട് ഇങ്ങനെ പറഞ്ഞു, യോസഫിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കൊരു മകൻ ജനിക്കും അല്ലേ, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇന്ന് പകൽ നമ്മുടെ സമീപസ്ഥനായ കർത്താവാരാ? നമ്മുടെ യേശുവാ. അവൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല അല്ലേ, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാല അവൻ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ട് കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ആമേൻ. നിങ്ങൾ രണ്ടുപേർ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ. നമുക്ക് വേണ്ടി നമ്മുടെ സമീപസ്ഥനായി നമ്മുടെ കൂടെയുള്ള കർത്താവ് ഇന്ന് പകൽക്കാലോടെ വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? ആമേൻ. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുക, നിന്റെ കണ്ണുനീരിന് മറുപടി തരാ, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരാ. ഇന്ന് പകൽക്കാല ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലേ, അവനൊന്ന് ചേർന്ന് വസിക്കാൻ തയ്യാറായ, സത്യമായി വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായ, ആമേൻ, അവനോട് അടുത്ത് ചെല്ലാൻ തയ്യാറായ, ഹൃദയ നുറുക്കത്തോടെ ചെല്ലാൻ തയ്യാറായ ഈ ദിവസങ്ങളിൽ നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുക, നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുക. നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമോ? നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മറുപടി തരാൻ പോകുകയാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിലവിളി കേട്ട് രക്ഷിക്കാൻ അവൻ ഇറങ്ങി വരികയാണ്. യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. ആമേൻ. അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. അവിടെ നിന്നെ രക്ഷിക്കാൻ ഇറങ്ങി വരികയാ. നിന്റെ ആമേൻ അല്ലേ പ്രതിസന്ധിക്ക് അവൻ പരിഹാരം വരുത്തുവാൻ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ മരണത്തിലുള്ള നീക്കുപോക്കുകൾ നൽകാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, ശത്രുവിന്റെ കെണികൾ നിന്നെ വിടുവിക്കുവാൻ, ആമേൻ, അവന്റെ കോട്ടകൾ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, അവന്റെ വെല്ലുവിളിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ വരികയാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിലവിളിക്ക് ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു പോകട്ടെ. അവന്റെ വെല്ലുവിളികൾ ഇന്ന് രാവിലെ ശത്രുവിന്റെ സകല പോരാട്ടങ്ങളും അവൻ അവസാനിക്കട്ടെ. എത്ര പേര് വിശ്വാസത്തോടെ ഈ രാവിലെ പ്രാർത്ഥിക്കും? എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക്, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ അവൻ സാധിപ്പിക്കുന്നു. അവരെ രക്ഷിക്കാനായി അവൻ ഇറങ്ങി വരുന്നു.